Welcome back, my dear students and friends. Today, you are going to learn the last part of Chapter 5 Bank Reconciliation Statement. നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ് വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ www.manojmelekandi.blogspot.com സന്ദർശിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. അതാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതി അനുസരിച്ചിട്ട് ക്യാഷ് ബുക്കിൽ വല്ല മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ക്യാഷ് ബുക്കിൽ ഏതെങ്കിലും എൻട്രി എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അത്തരം എൻട്രീസ് എഴുതിക്കൊണ്ട് ഒരു പുതിയ ക്യാഷ് ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ആദ്യം ഒരു ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കണം. ആ ക്യാഷ് ബുക്കിൽ നേരത്തെ എന്തെങ്കിലും ക്യാഷ് ബുക്കിൽ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എറേഴ്സ് തിരുത്തുന്നതിനുള്ള എൻട്രി എഴുതണം. അതുകൂടാതെ പാസ്ബുക്കിൽ ചില എൻട്രി വന്നിട്ടുണ്ടാവും, പക്ഷേ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ക്യാഷ് ബുക്കിൽ എൻട്രി വരാത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ക്യാഷ് ബുക്കിൻ്റെ ഫൈനൽ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ക്യാഷ് ബുക്കിൻ്റെ ഫൈനൽ ബാലൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിഫറൻസസിനുള്ള കാരണങ്ങളിൽ ബാക്കിയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. കാരണം ക്യാഷ് ബുക്കിൽ വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ക്യാഷ് ബുക്കിലൂടെ കറക്റ്റ് ചെയ്തു. ക്യാഷ് ബുക്കിൽ എൻട്രി വരാത്തത് അതും നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതി. ഇനി ക്യാഷ് ബുക്കിൽ കാണുന്ന ക്ലോസിംഗ് ബാലൻസ് എത്രയാണോ ആ ക്ലോസിംഗ് ബാലൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഇനി ബാക്കിയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വിനോദ് prepare adjusted cash book and bank reconciliation statement as on 31st March 2017. First, bank balance as per cash book 50,000. Checks issued but not presented for payment 6,000. The bank had directly collected dividend of rupees 8,000 and credited to bank account but was not entered in the cash book. Bank charges of rupees 400 were not entered in the cash book. A check for rupees 5,000 was deposited but not collected by the bank. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന റീസൺസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇത് പ്രകാരം നമുക്ക് ആദ്യം ഒരു ക്യാഷ് ബുക്ക് വരയ്ക്കുക. എന്നിട്ട് ക്യാഷ് ബുക്കിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുക. അതുപോലെ ചില എൻട്രി പാസ്ബുക്കിൽ വന്നിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ എൻട്രി കൂടി ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുക. ക്യാഷ് ബുക്കിൻ്റെ ഫൈനൽ ബാലൻസ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം ഒരു ക്യാഷ് ബുക്ക് വരെയാ. ഡേറ്റ്, റെസീറ്റ്, ലെഡ്ജർ ഫോളിയോ, ബാങ്ക് കോളം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ബാങ്ക് കോളം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന ബാങ്ക് ബാലൻസ് 50,000 ആണ്. അത് നമ്മൾ ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. 31st March 2017 ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് കാണിക്കുക 50,000 റുപ്പി. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ചു. ഇനി രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നമ്മൾ ചെക്ക് കൊടുത്തതാണ് പാർട്ടികൾക്ക്. ആ പാർട്ടി ഇതുവരെ ബാങ്ക് പോയിട്ട് പൈസ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അത് പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല, കാരണം അവരിതുവരെ ബാങ്ക് പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബുക്കിൽ ആ എൻട്രി വന്നിട്ടുണ്ട്, അതിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ക്യാഷ് ബുക്കിൽ ഇനി രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല. നെക്സ്റ്റ്, ദി ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് ₹8,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബട്ട് വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് നമുക്ക് കിട്ടേണ്ട ലാഭവിഹിതമായ 8,000 രൂപ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. പക്ഷേ ആ വിവരം നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിൽ നമുക്ക് കിട്ടേണ്ട പൈസ കളക്ട് ചെയ്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, കാരണം നമുക്ക് ആ വിവരം ഇല്ലായിരുന്നു. അപ്പോൾ അത് ക്യാഷ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോഴും ക്യാഷ് ബുക്കിൽ ആ എൻട്രി രേഖപ്പെടുത്തുക. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമുക്ക് കിട്ടിയ പൈസയാണ്, ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പൈസയാകുമ്പോൾ റെസീറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 March 2017 ഡിവിഡൻഡ് കളക്റ്റഡ് 8,000. ഇനി ഈ ഒരു ഐറ്റം ഡിവിഡൻഡ് കളക്റ്റഡ് 8,000 എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ കാണിക്കേണ്ടതില്ല, കാരണം നമ്മളത് ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പാസ്ബുക്കിൽ ആ എൻട്രി നേരത്തെ വന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ ഇപ്പോഴും വന്നു. അപ്പോൾ ഇനി നമുക്ക് അത് ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ടതില്ല, നമ്മളിപ്പോഴും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട്. നെക്സ്റ്റ്, ബാങ്ക് ചാർജസ് ഓഫ് ₹400 വെയർ നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജസ് ആയിട്ട് ബാങ്ക് 400 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാസ്ബുക്കിൽ, പക്ഷേ അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ബാങ്ക് ചാർജസ് ആയിട്ട് 400 രൂപ പാസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഇതുവരെ എഴുതാത്തത് നമുക്കറിയാത്തത് കൊണ്ടാണ്, മറ്റല്ലാതെ മിസ്റ്റേക്കുകളല്ല. അപ്പം ക്യാഷ് ബുക്കിൽ നമ്മൾ ഇതുവരെ രേഖപ്പെടുത്താത്തത് കൊണ്ട് ആ എൻട്രി നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം, കാരണം അത് യഥാർത്ഥത്തിലുള്ള ബാങ്ക് ചാർജ് തന്നെയാണ്. പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ട്. അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ബാങ്ക് ചാർജാണ്, ബാങ്ക് ബാലൻസ് കുറയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുക 31 March 2017 ബാങ്ക് ചാർജസ് 400. ഇനി ഈ ബാങ്ക് ചാർജസ് 400 എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ വേണ്ടി പാടില്ല, കാരണം ഇതുവരെയായിട്ട് അത് പാസ്ബുക്കിൽ ഉണ്ടായിരുന്നു, ക്യാഷ് ബുക്കിലില്ല. അതാണ് ഡിഫറൻസസിനുള്ളൊരു കാരണം. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ ഇപ്പോഴും ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി എഴുതിയത് കൊണ്ട് പാസ്ബുക്കിലും വന്നു, ക്യാഷ് ബുക്കിലും വന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡിഫറൻസസിനുള്ളൊരു കാരണമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഐറ്റം കാണിക്കേണ്ടതില്ല. നെക്സ്റ്റ്, എ ചെക്ക് ഫോർ ₹5,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. 5,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടിയതാണ്, അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പൈസ ബാങ്കിന് ഇതുവരെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 5,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടി, ഉടനെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ ആ എൻട്രി എഴുതിയിട്ടുണ്ടാവും. അത് തെറ്റൊന്നുമില്ല അതിൽ, കാരണം നമുക്ക് കിട്ടിയ ചെക്ക് തന്നെയാണ്. പക്ഷെ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും ബാങ്കിന് ആ പൈസ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ട്, പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ ആ എൻട്രി ഇനി നമ്മൾ എഴുതേണ്ടതില്ല, കാരണം ഓൾറെഡി അത് എൻട്രി ചെയ്തിട്ടുണ്ട്. പാസ്ബുക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, കാരണം പാസ്ബുക്ക് എഴുതുന്നത് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് നമുക്ക് ആ കറക്ഷൻ വരുത്തേണ്ടതില്ല, നമ്മൾ ക്യാഷ് ബുക്ക് മാത്രം കറക്ഷൻ വരുത്തിയാൽ മതി. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ്. ഇനി ക്യാഷ് ബുക്ക് നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ടോട്ടൽ കിട്ടുന്നത് 58,000. അത് തന്നെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. അതിനുശേഷം ബാലൻസ് കാണുക 57,600. 31 March 2017 ബാലൻസ് ക്യാരി ഡൗൺ 57,600. ഇനി നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് ഈ ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയ 57,600 ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റും എ ചെക്ക് ഫോർ ₹5,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്.
അത് രണ്ടുമാണ് ഡിഫറൻസസിനുള്ള കാരണമായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് രണ്ടും മാത്രമേ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളിനി കാണിക്കേണ്ടതുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് വരെയാ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 March 2017. ഫസ്റ്റ് പറയുന്നത് ബാങ്ക് ബാലൻസ് ആസ് പെർ റിവൈസ്ഡ് ക്യാഷ് ബുക്ക് 57,600. അതാദ്യം കാണിക്കുക. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്ലസ് ചെയ്യേണ്ട കോളത്തിൽ 57,600. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്ത ഡിഫറൻസ് ആയിട്ടുള്ള കാരണം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് 6,000. ചെക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ ആ ചെക്ക് അവർ ഇതുവരെ ബാങ്ക് പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ചെക്ക് നമ്മൾ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവും, പക്ഷെ അത് പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. കാരണം ആ പാർട്ടി ഇതുവരെ ബാങ്ക് പോയിട്ട് അതിൻ്റെ പൈസ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരണം. അത് ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചെയ്തതുപോലെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും തുല്യമായ ഒരു എമൗണ്ട് എടുക്കുക, 10,000. അപ്പോൾ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ ചെക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയും. അപ്പോൾ -6,000. ക്യാഷ് ബുക്ക് ബാലൻസ് 4,000 ആയിട്ട് മാറും. ഇത് പാസ്ബുക്കിൽ വന്നിട്ടില്ല, അതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് 10,000 തന്നെ ആയിരിക്കും. അപ്പോൾ 4,000 നിന്ന് 10,000ലേക്ക് എത്തണം. ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് പാസ്ബുക്ക് ബാലൻസിലേക്ക് എത്തണം. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആയ 4,000 നിന്ന് പാസ്ബുക്ക് ബാലൻസ് ആയ 10,000ലേക്ക് എത്തണമെങ്കിൽ 6,000 റുപ്പി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ട കോളത്തിലാണ് എഴുതേണ്ടത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നെക്സ്റ്റ്, എ ചെക്ക് ഫോർ ₹5,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. 5,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ആ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്കിൻ്റെ തുക ബാങ്കിന് ഇതുവരെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെക്ക് കിട്ടി, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ബുക്കിൽ ആ എൻട്രി എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പൈസ ബാങ്കിന് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് തന്നെ ബാങ്ക് പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. അപ്പോൾ അത് ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതുപോലെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് എടുക്കുന്നു, 10,000. 5,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുമോ കുറയോ? ചെക്ക് കിട്ടുമ്പോൾ യെസ്, ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് കൂടും. ഇപ്പോൾ +5,000 ക്യാഷ് ബുക്ക് ബാലൻസ് 15,000 ആയിട്ട് മാറും. അത് പാസ്ബുക്കിൽ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് 10,000 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. അപ്പോൾ 15,000 നിന്ന് 10,000ലേക്ക് എത്താൻ വേണ്ടി 5,000 ലെസ് ചെയ്യണം. അപ്പോഴത് ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിലാണ് കാണിക്കേണ്ടത് ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്. ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിൽ 5,000 കാണിക്കുക. ഇത്രയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡിഫറൻസസിനുള്ള കാരണങ്ങൾ മുഴുവനും നമ്മൾ ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 63,600. അത് തന്നെ രണ്ട് എമൗണ്ട് കോളത്തിൻ്റെയും ടോട്ടലായിട്ട് കാണിക്കുക. ബാലൻസ് ആയിട്ട് വരുന്നത് 58,600 ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 58,600 അവിടെ എഴുതുക, അതിന് നേർക്ക് എഴുതുക ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ adjusted cash book and bank reconciliation statement of Santosh Traders as on 31st March 2017. Balance as per cash book ₹11,100. A check for ₹250 was recorded as ₹205 in the cash column of cash book. Third, a check of ₹500 received from a debtor was recorded in the cash book but not deposited in the bank for collection. Fourth, the payment side of the cash book was undercast by ₹100. Next, withdrawal column of the passbook undercast by ₹100. Next, the payment of a check of ₹350 was recorded twice in the passbook. ഈ ഒരു എക്സാമ്പിളിൽ ആദ്യം ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കണം. അപ്പോൾ ആ ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ആദ്യം വരിക. അതിൽ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്,
ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഐറ്റം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 11,100 ആണ്. അപ്പോൾ അത് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക 31 March 2017 ബാലൻസ് ബ്രോ ഡൗൺ 11,100. നെക്സ്റ്റ് പറയുന്നത് എ ചെക്ക് ഇഷ്യൂഡ് ഫോർ ₹250 വാസ് റെക്കോർഡഡ് ആസ് 205 ഇൻ ദി ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളത്തിലാണ് എഴുതിയത്, ബാങ്ക് കോളത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. അത് എമൗണ്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കോളത്തിൽ ഇതുവരെ 250 രൂപ ചെക്ക് കൊടുത്തത് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ്, ക്യാഷ് ബുക്കിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ ആ മിസ്റ്റേക്ക് നമ്മളിപ്പോഴും കറക്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് സൈഡിൽ ചെക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിൽ 31 March 2017 ചെക്ക് ഇഷ്യൂഡ് 250 കാണിക്കുക. കാരണം ബാങ്ക് കോളത്തിൽ ഇതുവരെ ആ എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 250 രൂപയും പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ കാണിക്കുക. അപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതില്ല. കാരണം ഇതൊരു ഡിഫറൻസസിനുള്ളൊരു കാരണമാണ്. ആ കാരണം നമ്മളിവിടെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അത് ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് മാറില്ല. നെക്സ്റ്റ്, എ ചെക്ക് ഓഫ് ₹500 റിസീവ്ഡ് ഫ്രം എ ഡെറ്റർ വാസ് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് ഫോർ കളക്ഷൻ. 500 രൂപ ഒരു ഡെറ്റർ എടുക്കുന്ന നമുക്ക് കിട്ടിയ ചെക്കാണ്. അപ്പോൾ നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അത് മറന്നുപോയി. അപ്പോൾ നമുക്ക് കിട്ടിയ ചെക്കാണ്, നമ്മൾ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു, പക്ഷേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബുക്കിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഈ ഒരു ഐറ്റം നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ കാണിച്ചിരിക്കണം. കാരണം അത് ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് തുടരുന്നുണ്ട്. നെക്സ്റ്റ്, ദി പേയ്മെൻറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക് വാസ് അണ്ടർകാസ്റ്റ് ബൈ ₹100. ക്യാഷ് ബുക്ക് തയ്യാറാക്കിയപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ അണ്ടർകാസ്റ്റ് ആണ്. അണ്ടർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ കുറഞ്ഞുപോയി, പേയ്മെൻറ്റ് സൈഡിൽ 100 രൂപ കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് സൈഡിൽ 100 രൂപ കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്യാഷ് ബുക്കിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് നമ്മൾ ഇപ്പോഴും കറക്റ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് സൈഡിൽ 100 രൂപ എഴുതണം. കാരണം അവിടെ ഇപ്പോഴും കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് സൈഡിൽ 100 രൂപ എഴുതുക. അതിന് നേർക്ക് എഴുതുക 31 March 2017 അണ്ടർകാസ്റ്റ് എമൗണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ല. നെക്സ്റ്റ്, വിഡ്രോയൽ കോളം ഓഫ് ദി പാസ്ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹100. പാസ്ബുക്കിലെ വിഡ്രോയൽ കോളത്തിൽ 100 രൂപ കുറഞ്ഞുപോയി ടോട്ടൽ ചെയ്യുമ്പോൾ. അപ്പോൾ പാസ്ബുക്കിലാണ് മിസ്റ്റേക്ക് പറ്റിയത്. അത് നമുക്കിവിടെ ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പാസ്ബുക്കിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അത് ബാങ്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്കുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാസ്ബുക്കിൽ ആ വേണ്ടുന്ന ചേഞ്ചസ് ബാങ്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പം നമുക്കിവിടെ ക്യാഷ് ബുക്കിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല. കാരണം ക്യാഷ് ബുക്കിൽ കറക്റ്റാണ്, പാസ്ബുക്ക് ടോട്ടൽ ചെയ്യുമ്പോഴാണ് മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഐറ്റം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കാരണം പാസ്ബുക്കിൽ ഇതുവരെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ദി പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഓഫ് ₹350 വാസ് റെക്കോർഡഡ് ട്വൈസ് ഇൻ ദി പാസ്ബുക്ക്. ഒരു 350 രൂപയുടെ ചെക്ക് കൊടുത്തതാണ്, അത് പാസ്ബുക്കിൽ 2 തവണ എഴുതിപ്പോയി. അപ്പം നമ്മൾ 350 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു, അപ്പോൾ ക്യാഷ് ബുക്കിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി, പക്ഷേ പാസ്ബുക്കിൽ അത് 2 തവണ എഴുതിപ്പോയി. അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത് പാസ്ബുക്കിലാണ്, ക്യാഷ് ബുക്കിലല്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. അത് പിന്നീട് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് കറക്റ്റ് ചെയ്യിപ്പിക്കണം ബാങ്കിനെ കൊണ്ട് പാസ്ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാഷ് ബുക്കിൽ നമ്മളിപ്പോഴും എൻട്രി എഴുതേണ്ട, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അത് കാണിക്കുകയും വേണം. നെക്സ്റ്റ്, ഇത്രയും ഐറ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 11,100 ടോട്ടൽ കിട്ടും. പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 10,750. അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസ് വെച്ചിട്ടാണ് ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് 10,750 ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ
ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ഐറ്റംസ് നമ്മൾ ക്യാഷ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന് ഡിഫറൻസസിനുള്ള ഒരു കാരണമായിട്ട് വരുന്നില്ല. ഇനി മൂന്നാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഐറ്റം മാത്രമേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഡിഫറൻസസിനുള്ള കാരണങ്ങളായിട്ട് ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മാത്രമേ ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. ഫസ്റ്റ്, ബാലൻസ് ആസ് പെർ റിവൈസ്ഡ് ക്യാഷ് ബുക്ക് ഈസ് 10,750. അത് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 10,750. നെക്സ്റ്റ് ഐറ്റം, എ ചെക്ക് ഓഫ് ₹500 റിസീവ്ഡ് ഫ്രം എ ഡെറ്റർ വാസ് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് ഫോർ കളക്ഷൻ. 500 രൂപയുടെ ചെക്ക് കിട്ടിയതാണ്. അത് നമ്മൾ ക്യാഷ് ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. പക്ഷേങ്കിൽ ബാങ്കിൽ കൊടുക്കാൻ വേണ്ടി വിട്ടുപോയി, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതുപോലെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എടുക്കുക. 5,000 500 രൂപയുടെ ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിലാണ് എൻട്രി വരിക. ഇപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുമോ കുറയോ? ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടും. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ +500 വരും. ക്യാഷ് ബുക്ക് ബാലൻസ് 5,500 മാറും. പാസ്ബുക്കിൽ ആ എൻട്രി വന്നിട്ടില്ല, കാരണം നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് 5,000 ആയിരിക്കും. ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. 5,500 നിന്നും 500 രൂപ ലെസ് ചെയ്താലാണ് പാസ്ബുക്ക് ബാലൻസ് ആയ 5,000 എത്തുക. അപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അതിവിടെ രേഖപ്പെടുത്തുക. ചെക്സ് റിസീവ്ഡ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ് 500. നെക്സ്റ്റ്, വിഡ്രോയൽ കോളം ഓഫ് ദി പാസ്ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹100. പാസ്ബുക്കിൻ്റെ വിഡ്രോയൽ കോളം നോക്കുമ്പോൾ ആ വിഡ്രോയൽ കോളത്തിൽ അണ്ടർകാസ്റ്റ് ആണ്. ടോട്ടൽ എമൗണ്ട് കുറഞ്ഞു പോയി 100 രൂപ. അപ്പോൾ പാസ്ബുക്കിലാണ് മിസ്റ്റേക്ക് വന്നത്, ക്യാഷ് ബുക്കിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഇത് ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ നമുക്ക് നോക്കാം. രണ്ടിലും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എടുക്കുന്നു. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും 5,000 റുപ്പി ഈച്ച്. ഇനി നമുക്ക് 500 രൂപയാണ് രണ്ടിലും വരുന്ന ടോട്ടൽ എന്ന് വിചാരിക്കാം. സപ്പോസ് 500 രൂപയാണ് യഥാർത്ഥ ടോട്ടൽ വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൃത്യമായിട്ട് 500 രൂപ തന്നെ വന്നിട്ടുണ്ടാവും. 500 രൂപ ഡിഡക്റ്റ് ചെയ്യണം. വിഡ്രോയൽ കോളമാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ നിന്ന് 500 രൂപ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4,500 രൂപയായിരിക്കും ക്യാഷ് ബുക്കിലെ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ പാസ്ബുക്കിൽ 100 രൂപ ടോട്ടൽ ചെയ്തപ്പോൾ കുറഞ്ഞുപോയി പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ 500 രൂപ ഡിഡക്റ്റ് ചെയ്യേണ്ടതിന് പകരം പാസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവുക 400 രൂപയായിരിക്കും. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തത് 400 രൂപയായിരിക്കും. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിലെ ബാലൻസ് 4,600 ആയിരിക്കും. ക്യാഷ് ബുക്കിൽ കൃത്യമായിട്ട് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തു 500 തന്നെ, അങ്ങനെ 4,500 പാസ്ബുക്കിൽ 500 പകരം 400 ഡിഡക്റ്റ് ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് 4,600 ഇപ്പോഴുള്ളത്. ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്താൻ വേണ്ടി 100 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട കോളത്തിലാണ് കാണിക്കേണ്ടത്. അവിടെ കാണിക്കുക പാസ്ബുക്ക് അണ്ടർകാസ്റ്റ്. ആഡ് ചെയ്യേണ്ട കോളത്തിൽ 100. നെക്സ്റ്റ്, ദി പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഓഫ് ₹350 വാസ് റെക്കോർഡഡ് ട്വൈസ് ഇൻ ദി പാസ്ബുക്ക്. 350 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്തതാണ്. അത് പാസ്ബുക്കിൽ 2 തവണ രേഖപ്പെടുത്തിപ്പോയി. പാസ്ബുക്കിലാണ് മിസ്റ്റേക്ക് വന്നത്. 2 തവണ നമ്മൾ രേഖപ്പെടുത്തിപ്പോയി. അത് നമുക്ക് ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ നോക്കാം. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും 5,000 ഈച്ച് ബാലൻസ് ആയിട്ട് എടുക്കുന്നു. 350 രൂപയുടെ ചെക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത് 350 മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒറ്റ തവണയേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത് കാണിക്കുകയാണെങ്കിൽ 350 രൂപയുടെ ചെക്ക് കൊടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുമോ കുറയോ? യെസ്, ക്യാഷ് ബുക്ക് ബാലൻസ് കുറയും. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് 4,650 ആയിട്ട് മാറും. പാസ്ബുക്കിൽ 350 എഴുതേണ്ടതിന് പകരം 2 പ്രാവശ്യം 350 എഴുതിപ്പോയി. അപ്പോൾ പാസ്ബുക്കിൽ 700 രൂപയാണ് ഡിഡക്റ്റ് ചെയ്തു പോയത്. 350 ഡിഡക്റ്റ് ചെയ്യേണ്ടതിന് പകരം 2 പ്രാവശ്യം പാസ്ബുക്കിൽ 350 ഡിഡക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 700 രൂപ പാസ്ബുക്കിൽ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് 4,300 ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് പറയുന്നത് 4,650, പാസ്ബുക്ക് ബാലൻസ് 4,300. അപ്പോൾ 350 റുപ്പി ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിലാണ് കാണിക്കേണ്ടത്. അവിടെ കാണിക്കുക
പേയ്മെൻറ്റ് റെക്കോർഡഡ് ട്വൈസ് ഇൻ പാസ്ബുക്ക്. ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിൽ 350 കാണിക്കുക. നെക്സ്റ്റ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ട ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ ചെയ്യുക. 10,850 കിട്ടും. ബാലൻസ് ആയിട്ട് വരുന്നത് 10,000 റുപ്പി ബാലൻസ് വരും. അതിന് നേർക്ക് എഴുതുക ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത്രയാണ് ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യം നമ്മളൊരു ക്യാഷ് ബുക്ക് ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അതിൽ കാണിക്കാത്ത ഐറ്റംസ്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഐറ്റംസ് നമ്മൾ ഡിഫറൻസസിനുള്ള കാരണമായിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചാൽ മതി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.